കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. LDF അനുകൂലികൾ പോലും ഇത്തവണ UDFന് വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പായിരിക്കുമിതെന്ന് വണ്ടൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ. മലപ്പുറം MSP UP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. 10 വർഷമായിട്ട് ഉള്ള ഈ ഭരണത്തിന് അവസാനം കുറിക്കാനുള്ള ജനങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹത്തിന്റെ സബലീകരണമാണ്. ഈ ഭരണം അവസാനിച്ചേ മതിയാകൂ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിലെ UDF മാത്രമല്ല, LDFും ഇന്ന് UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അത് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. ഈ പാലക്കാട് ഈ പൈസ വിതരണം ചെയ്യുന്ന BJP സ്ഥാനാർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് പരാതി വരുന്നുണ്ട്. അതുപോലെ തന്നെ കിറ്റ് വിതരണം, ഇതൊക്കെ എങ്ങനെ ബാധിക്കും? എല്ലാ രീതിയിലും രണ്ട് ഗവൺമെന്റുകളും, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കാൻ BJPയും CPMും ഒരുമിച്ച് നീങ്ങിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതിനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടും. ഏത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള വിജയമായിരിക്കും UDFന് അനുകൂലമായ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം പോലും മുഖ്യമന്ത്രി പറയുന്നത്. അത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടു, അതിന് മുമ്പ് പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം 3 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. 3 മാസം കൊണ്ട് ഭരണവിരുദ്ധ ഒരു വികാരം മാറാനുള്ള ഏത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അത് കൂടിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ അത് കൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിന് മറുപടി നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പൊതുജനത്തിന് ലഭിച്ച അവസരമാണിത്. LDF അനുകൂലികൾ പോലും UDFന് വോട്ട് ചെയ്യും. വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ UDF അധികാരത്തിലേറും. BJPയുടെ കിറ്റ് വിതരണവും പണം നൽകി സ്വാധീനിക്കലും അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ AP അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.